വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന പ്രതിയുടെ മൊഴിയിൽ വ്യക്തത വരുത്താനായിരിക്കും പോലീസ് ശ്രമം. ഉമ്മുമ്മ സൽമ ബീവിയുടെ കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ അഫാന്റെ കസ്റ്റഡിക്ക് ഇന്ന് പോലീസ് അപേക്ഷ നൽകും. അതിനിടെ അഫാന്റെ വാപ്പ അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലേക്കെത്തും. സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് അബ്ദുൾ റഹീമിന് നാട്ടിൽ വരാൻ വഴിയൊരുക്കിയത്. രാവിലെ 7:45 റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. ഇപ്പോൾ ശാലിനിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഇന്ന് അഫാന്റെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്ന്. തിരുവനന്തപുരത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഇന്നലെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും ഇവരുടെ ആരോഗ്യനില അടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു. ആശുപത്രി അധികൃതരുമായി സംസാരിച്ച ശേഷമാണ് ഇന്ന് മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലോടെ അല്ലെങ്കിൽ മൊഴിയെടുക്കലോടെ ഈ കേസിന്റെ ഒരു നിർണായക ഘട്ടം, ഒപ്പം തന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയത് എന്നതിൽ ഒരു വ്യക്തത വരുത്താനാകുമെന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അഫാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് താൻ തന്റെ പെൺസുഹൃത്തിനെ ഉൾപ്പെടെ 5 പേരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും അത് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് പോലീസ് ഈ മൊഴിയെടുപ്പിലൂടെ ലക്ഷ്യം വെക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അഫാന്റെ അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലേക്ക് എത്തുകയാണ്. സാമ്പത്തിക ബാധ്യത മൂലം കഴിഞ്ഞ 8 വർഷമായി കേരളത്തിലേക്ക് എത്താനോ ബന്ധുക്കളുമായി സംവദിക്കാനോ കഴിയാതെ വിദേശത്ത് കുടുങ്ങിക്കിടന്ന അഫാനെ അവരുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ സഹായത്തിലും ഒപ്പം തന്നെ സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലുമാണ് ഇന്ന് നാട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. രാവിലെ 7:30 തിരുവനന്തപുരം ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശേഷം പോലീസ് ഇദ്ദേഹവുമായി സംസാരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അഫാന്റെ കസ്റ്റഡി അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അഫാന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് മെഡിക്കൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി അധികൃതരും അത്തരത്തിൽ തന്നെയാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചതിന് ശേഷം പാങ്ങോട് പോലീസ് കസ്റ്റഡി അപേക്ഷ കൂടി അഫാന്റെ പേരിൽ നൽകുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിക്കായാണ് അപേക്ഷ നൽകുക എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മറ്റ് കേസുകളിലും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും വൈകിട്ടോടുകൂടി മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി അഫാനെ റിമാൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും ഇനി കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ദിവസമാണ്. നിർണായകമായ മൊഴിയെടുക്കൽ ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് കസ്റ്റഡി അപേക്ഷ നൽകുന്നു. അതിനുശേഷം ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ കേസിന്റെ അഫാന്റെ പ്രതി കൂടിയായ അഫാന്റെ പിതാവ് നാട്ടിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ കൂടി പ്രതികരണങ്ങൾ നിർണായകമാകും ഈ കേസിൽ എന്നുള്ളതിൽ സംശയമില്ല. ദൃശ്യം ശാലിനി, ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൽമ ബീവിയുടെ കൊലപാതകത്തിലാണ്. അത് കൂടാതെ മറ്റ് 4 കൊലപാതകങ്ങൾ കൂടിയുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഈ 4 കൊലപാതക കേസുകളുടെ അറസ്റ്റ് എപ്പോഴത്തേക്കുണ്ടാവും? ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തുകയും മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്ത്. പക്ഷേ മറ്റ് 4 കേസുകൾ, ഒന്ന് അച്ഛന്റെ സഹോദരന്റെ ഭാര്യ, ഒപ്പം തന്നെ പെൺസുഹൃത്ത്, സഹോദരൻ, ഈ 4 പേരുടെ കൊലപാതകത്തിലും നിർണായകമായിട്ടുള്ള അറസ്റ്റ് ഇന്നുണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡ് ചേർന്ന് അഫാന്റെ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും നിർണായക നടപടികൾ പോലീസ് ഇനി ഈ ഘട്ടത്തിൽ സ്വീകരിക്കുക. പ്രത്യേകിച്ച് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് പോലീസിന് മുൻപിലുണ്ട്. ഒപ്പം തന്നെ സിന്തറ്റിക് മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും പോലീസിന് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ രാസപരിശോധനാ ഫലങ്ങൾ വരാനിരിക്കുന്നു. ഒപ്പം തന്നെ മദ്യപിച്ചിട്ടുണ്ട് ഈ കൊലപാതകങ്ങൾ നടത്തിയപ്പോൾ എന്നുള്ളതാണ് പോലീസ്
സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള അറസ്റ്റ് നടപടികൾ 4 കേസിലും ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകും. ഒരുപക്ഷെ ഈ 4 കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുക. അതിനുശേഷമായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം. ശരി, തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമ്മൂട് കൊലപാതകത്തിൽ പ്രതി അഫാന്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. സാമ്പത്തിക ബാധ്യത മറികടക്കാനായാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന പ്രതിയുടെ മൊഴിയിൽ വ്യക്തത വരുത്താനായിരിക്കും പോലീസിന്റെ ശ്രമം. അതേസമയം ഉമ്മുമ്മ സൽമ ബീവിയുടെ കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ അഫാന്റെ കസ്റ്റഡിക്കായി പോലീസ് ഇന്ന് അപേക്ഷ നൽകും. അഫാന്റെ വാപ്പ അബ്ദുൾ റഹീം ഇന്ന് നാട്ടിലേക്കെത്തും. സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് വരാനായി വഴിയൊരുങ്ങിയത്.